അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ച് ഇവനെ ലിഫ്റ്റ് ഇറക്കി താഴോട്ട് വരുന്ന സമയത്ത് ഇവൻ വായകോടെ ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ എന്താ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം പത വരണ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് NICU കൊണ്ടുപോകണം, കൊച്ചിനെന്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരച്ചു കരഞ്ഞു. അങ്ങനെ ഇവനെ കൊണ്ട് ചെന്നപ്പോൾ പറയാണ് ഇവന് അന്നനാളില്ല, അത് പ്രശ്നമാണ്. ഇവൻ അയോട്ടയ്ക്ക് പ്രശ്നമില്ല, അയോട്ട നോർമൽ, ഒരു കുഴപ്പമില്ല. അത്ര ദിവസം അയോട്ട കംപ്ലൈൻ്റ് ആണ്, മെഷീൻ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു അയോട്ടയ്ക്ക് ഇനി കുഴപ്പമില്ല, അയോട്ട ഓക്കെയാണ്, അതിന് ജീവന് പ്രശ്നമില്ല, നമുക്ക് നോക്കാം, അന്നനാളം കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നനാളം ചെന്നപ്പോൾ ഇവൻ്റെ തുടയിൽ നിന്ന് ട്യൂബ് കീറിയാൽ എടുത്തിട്ട് വേണം അന്നനാളം വെക്കാനായിട്ട്, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയിൽ ഇവിടെ ഒരു ബോർഡ് പോലെയാണ് നിൽക്കണത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രക്കിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവൻ്റെ ഇവിടെ തുടയിൽ നിന്നൊന്നും കീറി എടുക്കണ്ട, അതിൽ തന്നെ ഉണ്ട്, അത് വേറെ സ്ഥലത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ചു പിടിപ്പിച്ചു. അപ്പം ഇവന് പിന്നെ അറിയാമല്ലോ ഗർഭാവസ്ഥയിലാണ് നമ്മൾ ഈ സഖ്യാനൊക്കെ പഠിക്കുക. അപ്പോൾ ഇവന് സഖ്യാൻ അറിയില്ല, അപ്പോൾ ഇവന് ട്യൂബ് ഇടണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ടു. ഒരു മാസം കഴിഞ്ഞു, ഇവന് ട്യൂബ് ഊരിയിട്ട് ഇവന് സഖ്യാൻ അറിയുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് പിന്നീട് ഒരു 6 മാസത്തിനുള്ള അവൻ പഠിച്ചോളും, അത് പതുക്കെ ശരിയായിക്കോളും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 30 ദിവസത്തോളം NICU ICU ഇതെല്ലാം കവർ ചെയ്ത് പോയതാണ്, എല്ലാം കവർ ചെയ്ത് പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് തരാനായിട്ട് ആ ഒരു മാസക്കാലം നമ്മൾ 5 എക്കോ എടുത്തുവിനെ, 4 എക്കോ എടുത്തു. 5 എക്കോ എടുക്കുന്ന ഡോക്ടർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് തരുള്ളൂ. അപ്പം 4 എക്കോയിൽ ഇവൻ അയോട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഈ ഒരു പ്രശ്നം മാത്രമല്ലോ, സക്കിങ്ങിൻ്റെ മാത്രം പ്രശ്നമുള്ളൂ, അത് പിന്നീട് നോക്കിയോളാം, ബാക്കി കുഴപ്പങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് മേടിക്കാനായിട്ട് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി, എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ അന്നനാളം ചുരുങ്ങിപ്പോയി.